XLP cable is a type of cable. XLP stands for എന്താണ് XLP? ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ കേബിൾസ് ആണ് XLP കേബിൾസ് എന്ന് പറയുക. അപ്പോൾ ഓപ്ഷൻ നോക്കുക, ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ കേബിൾസ് ആണ്. നെക്സ്റ്റ് വൺ, when induction motor are started with star delta starter, the voltage applied across the winding when put in star position. Okay, star പൊസിഷനിൽ നിൽക്കുമ്പോൾ വോൾട്ടേജ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓട്ടോ ട്രാൻസ്ഫോം സ്റ്റാർട്ട് ഉണ്ട്, സ്റ്റേറ്റർ റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഉണ്ട്, സ്റ്റാർ ഡെൽറ്റ മെത്തേഡ് ഉണ്ട്. ഓക്കെ, സ്ക്യൂറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റാർ ഡെൽറ്റ മെത്തേഡിൽ വോൾട്ടേജ് എത്രയാണ് കുറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം സ്റ്റാർ ഡെൽറ്റ മെത്തേഡിൽ എങ്ങനെയാണ്, സ്റ്റാർ ഡെൽറ്റ മെത്തേഡിൽ സ്റ്റാറിലിട്ട് സ്റ്റാർട്ട് ചെയ്യും, ഡെൽറ്റയിൽ റൺ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുക, സ്റ്റാറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാറിൽ നമുക്കറിയാം VL = √3 ടൈംസ് V ഫേസ് ആണ്. ഓക്കെ, √3 ടൈംസ് V ഫേസ് ആണ്. അപ്പോൾ എന്ത് പറ്റും, ഒരു ഫേസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VL/√3 ടൈംസ് ആണ് എവിടെ സ്റ്റാറിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റാറിലിടുമ്പോൾ എന്താ കിട്ടുക, ഒരു ഫേസിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1/√3 ടൈംസ് കുറഞ്ഞ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ടിങ് കറണ്ടിൻ്റെ എക്സ്പ്രഷനൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. TST/T full load is equal to slip at full load into IST/I full load. ഓക്കെ, ഹോൾ സ്ക്വയർ. ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് ടോർക്ക് 1/√3 ടൈംസ് എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ ഹോൾ സ്ക്വയർ കൂടി ഒന്ന് 1/3 ടൈംസ് ആകും എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ ഒരു 1/√3 ടൈംസ് ആണ് കുറയുക. പെർസെൻറ്റേജിൽ വന്നിരിക്കുന്നത് 1/√3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50. 1/√3 എന്ന് പറഞ്ഞാൽ 0.57 ആണ്. പെർസെൻറ്റേജ് ആകുമ്പോൾ 57.7% എന്നാകും ഏത് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ 57.7% റിഡക്ഷൻ ആണ് വോൾട്ടേജിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the minimum horizontal clearance between line passing through adjacent building, ഒരു ബിൽഡിങ്ങും അതിൻ്റെ അടുത്തോടെ പോകുന്ന ഇലക്ട്രിക് ലൈനും തമ്മിലുള്ള മിനിമം ക്ലിയറൻസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് ഓപ്ഷൻ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. 1.219 മീറ്റേഴ്സ് അതാണ് വേണ്ടത്. 1.25 എന്നും കാണാറുണ്ട് കേട്ടോ. ഓക്കെ, അത്രയും ക്ലിയറൻസ് വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. എന്താ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ XL = L ഒമേഗ അല്ലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. എന്താ അതിൻ്റെ യൂണിറ്റ്, യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് തന്നെയാണ്. യൂണിറ്റ് ഈസ് ഓംസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ യൂസ്ഡ് ഇൻ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടർ. കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടറിൽ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ഏതാണ്? അതായത് എന്താ, നമ്മുടെ സീലിംഗ് ഫാനിലൊക്കെ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ ഒരു പേപ്പർ കപ്പാസിറ്റർ ആണ് കേട്ടോ. പേപ്പർ കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്.